ഓക്കെ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ. ഓക്കെ, അടുത്തത് ടേപ്പോമ ഏതിന്റെ എക്സാമ്പിളാ വരുന്നത്? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പ്ലാറ്റി ഹെൽമിന്തസിന് എക്സാമ്പിൾ ആണ് വരുന്നത്. ടേപ്പോമ പ്ലാറ്റി ഹെൽമിന്തസിന് എക്സാമ്പിളാ വരുന്നത്. പ്ലാനേറിയ, ലിവർ ഫ്ലൂക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പോം എന്ന് അല്ല, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം ഹെർമാഫ്രോഡൈറ്റ്സ് ആ വരുന്നത്. അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ ഒന്നിലായിരിക്കും നടക്കുന്നത് കേട്ടോ. ഒരു ഇതിൽ തന്നെ നമുക്ക് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണാനായിട്ട് പറ്റും. ദെൻ അതേപോലെ ഇതിന് എക്സ്ക്രീഷൻ ആയിട്ടൊരു സെല്ലുണ്ട്. അതിനെ ഫ്ലെയിം സെൽ എന്നാണ് പറയുന്നത്. ഫ്ലെയിം സെൽ എന്നാണ് പറയുന്നത്. അടുത്തത്, വിച്ച് ഫൈലം ബോഡി സിലിണ്ടറിക്കൽ അൺസെഗ്മെന്റഡ് ആൻഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ റെസിസ്റ്റന്റ് ക്യൂട്ടിക്കിൾ? ഏത് ഫൈലം ബോഡിയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ഷേപ്പ് വരും, അൺസെഗ്മെന്റഡ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ക്യൂട്ടിക്കലും ഉണ്ട്. ഏതിനാ ഉള്ളത്? ഏതിനായിരിക്കും ഉള്ളത്? അൺസെഗ്മെന്റഡ് ആണ്, സിലിണ്ടറിക്കൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട്. ഏതൊക്കെ ഫൈലത്തിന് ക്യൂട്ടിക്കിൾ ഉണ്ടെന്ന് അറിയുമോ? അറിയുവോ? ക്യൂട്ടിക്കിൾ എന്നാ വരുന്നത്? ക്യൂട്ടിക്കിൾ എന്തുവാ സാധനം? അൺസെഗ്മെന്റഡ് ബോഡിയാണ് വരുന്നത്. എടുത്തു പറഞ്ഞിട്ടുണ്ട് അൺസെഗ്മെന്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ആൻസർ വേണം പറയാൻ. ഏതായിരിക്കും? നമ്മുടെ ആഷ് ഹെൽമിന്തിസ് ആയിരിക്കും വരുന്നത്. ആഷ് ഹെൽമിന്തസ് ആയിരിക്കും വരുന്നത്. അനലിഡയ്ക്കും ആഷ് ഹെൽമിന്തസിനും ഏതാ ഉള്ളത്? നമ്മുടെ ക്യൂട്ടിക്കിള് ഉണ്ട് കേട്ടോ. അതിന്റെ സ്കിന്നിന്റെ അവിടെ ആയിട്ട് ക്യൂട്ടിക്കിൾ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? സിലിണ്ടറിക്കൽ ആണ്, അൺസെഗ്മെന്റഡ് ആണ്. അപ്പം റൗണ്ട് വേംസ് എന്നും പറയാറുണ്ട്, ആഷ് ഹെൽമിന്തസ് എന്നും പറയും. ഇതിനാണ് ലോങ് സിലിണ്ടറിക്കൽ അൺസെഗ്മെന്റഡ് ബോഡി ഉള്ളത്. ആനലൈഡ് നോക്കുവാണെങ്കിൽ ആനലൈഡക്കകത്ത് വരുന്നത് ഏതൊക്കെയായിരിക്കും? സിലിണ്ടറിക്കൽ ബോഡി ഉണ്ടെന്ന് കരുതിയിട്ട് പോറിഫറ പറയല്ല. ആരോ പോറിഫറ പറഞ്ഞു വിടുന്നത് കണ്ടു. നിങ്ങളെ തെറ്റിക്കാനായിട്ടുള്ളത് കാണും. പക്ഷെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സിലിണ്ടറിക്കൽ അൺസെഗ്മെന്റഡ് ആൻഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ റെസിസ്റ്റന്റ് ക്യൂട്ടിക്കിൾ എന്നുള്ളത്. ഇനി ഈ ഇത് നോക്കുവാണെങ്കിൽ, പക്ഷെ നമ്മുടെ അനലിഡ ആയിട്ട് നോക്കുമ്പോൾ എന്നാ ചെയ്യും? അനലിഡയ്ക്കകത്ത് എർത്തുവം വരുന്നതാ, മണ്ണിര. അതിന്റെ ബോഡി കണ്ടിട്ടില്ലേ? അതെങ്ങനെ സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകതയും വരുന്നത്. അപ്പൊ സെഗ്മെന്റഡ് ബോഡി ഉള്ളതാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? നമ്മുടെ അനലിഡയ്ക്കകത്ത് വരാം. ഓക്കെ. അടുത്തത് അടുത്തത് ഏതാ വരുന്നത്? നിമാറ്റോയിഡ്സ് കോസ് ചെയ്യുന്ന മെയിൻ നിമാറ്റോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ആഷേൽമിന്തസ് വരുന്നത്. അത് കോസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡിസീസ് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഏതാ വരുന്നത്? എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞാൽ എന്തോ വരുന്നത്? എലിഫന്റിയാസിസ് ആരാ കോസ് ചെയ്യുന്നത്? നിമാറ്റോയിഡ്സ് കോസ് ചെയ്യുന്ന കേട്ടോ. റൗണ്ട് വേംസ് കോസ് ചെയ്യുന്നതാണ് എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്. അതിനെ ലിംഫാറ്റിക് ഫൈലേരിയാസിസ് എന്നും പറയാറ് ഉണ്ട്. ഏതാ വരുന്നത്?
ഇത് രണ്ടും വരും കേട്ടോ. അസ്കാരിയാസിസ് അസ്കാരീസ് കോസ് ചെയ്യുന്നതാ. നിമാറ്റോയിഡ്സ് തന്നെ കോസ് ചെയ്യുന്നതാണ് അസ്കാരിയാസിസും. അടുത്തത് ലാർജസ്റ്റ് ഫൈലം ഏതാ? ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ഏതാണ്? ആർത്രോപോഡയാണ് വരുന്നത്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ആനിമൽസ് നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഇതിനകത്ത് എയറിലും വാട്ടറിലും ലാൻഡിലും വരുന്ന ആനിമൽസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. കൂടുതൽ ഇൻസെക്ട്സ് ആയിരിക്കും വരുന്നത്. അതായത് പ്രൗണ്, ക്രാബ്, ബഗ്, കോക്രോച്ച്, സ്പൈഡർ ഇങ്ങനെയുള്ളതെല്ലാം ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ. ഇനി ഇതിന് ജോയിന്റഡ് ലെഗ്സ് ഉണ്ട് കേട്ടോ. ഒരു ജോയിന്റഡ് ലെഗ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബോഡിയെ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെസ്പിറേറ്ററി ഓർഗൻ ട്രക്കിയ ഉണ്ടായിരിക്കും. ചിലതില് ബുക്ക് ലങ്സ്, സ്പൈഡർ പോലെയുള്ളതിൽ ബുക്ക് ലങ്സ് വരും. പിന്നെ ചിലതിനത് ബോഡി സർഫക്സ് ആയിരിക്കും റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഏതാ വരുന്നത്? ആർത്തോപ്രോഡയാണ് വരുന്നത്. ആർത്തോപ്രോഡ വരും. ആർത്തോപ്രോഡ. അടുത്തത് ഡാഷ് ഹാസ് 2 pairs ഓഫ് ലെഗ്സ് ഓൺ ഈച്ച് സെഗ്മെന്റ്. ഏതിനാ ഉള്ളത്? പേഴ്സ് ഓഫ് ലെഗ്സ് ആണ്. ലെഗ്സ് ഓൺ ഈച്ച് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റിലും 2 pairs ഓഫ് ലെഗ്സ് കാണും. ഏതിനാ വരുന്നത്? മില്ലിപേഡിന്. മില്ലിപേഡ് എന്തോ വരുന്നത്? അട്ട ഇല്ലേ? അട്ട. അതാണ് മില്ലിപേഡ് വരുന്നത് കേട്ടോ. ആർത്രോപ്രോഡക്കകത്ത് വരുന്നതാ. അതിനാണ് ഡബിൾ ഫൂട്ട് വരുന്നത്. ഡബിൾ ഫൂട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ സയന്റിഫിക് നെയിം ഡൈപ്ലോപോഡ. ഡൈപ്ലോപോഡ അങ്ങനെ ഒരു ഇത് അതിന്റെ സയന്റിഫിക് നെയിം വരാറുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഏതാ? മില്ലിപേഡ്സ് ആണ് വരുന്നത്. മില്ലിപേഡ്സ് ആണ് വരുന്നത്. മില്ലിപേഡും സെന്റിപേഡും ആയിട്ടുള്ള ഡിഫറൻസ് എന്നാ? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഒരെണ്ണത്തിന് 1 പെയർ ഓഫ് ലെഗേ ഉള്ളൂ പെർ സെഗ്മെന്റ്. സെന്റിപേഡിന് 1 പെയർ ഓഫ് ലെഗ്സ് പെർ സെഗ്മെന്റ് ആയിരിക്കും വരുന്നത്. മില്ലിപേഡിനാണെങ്കിൽ 2 പെയർ ഓഫ് ലെഗ്സ് ഉണ്ട് കേട്ടോ. 2 പെയർ ഓഫ് ലെഗ്സ് ഓരോ സെഗ്മെന്റിലും കാണാനായിട്ട് പറ്റും. ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് ഏതിനകത്താ വരുന്നത്? നീരാളി ഏതിനകത്താണ് വരുന്നത്? ഒക്ടോപ്പസ് ഏതിനകത്താ വരുന്നത്? സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷ് അല്ല, ഒക്ടോപ്പസ് മൊളുസ്കയ്ക്കകത്ത് വരും. മൊളുസ്ക എന്ന് പറഞ്ഞാൽ അക്വാട്ടിക്. അതേപോലെ തന്നെ അക്വാട്ടിക് ആണ്. ബോത്ത് മറൈനും ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്. ഇതിന്റെ സോഫ്റ്റ് ബോഡി ആയിരിക്കും. ബോഡി തന്നെ ആയിരിക്കും. ഹെഡും നീരാളിയും ഓർത്താൽ മതി. പിന്നെ അതിന്റെ ഫൂട്ട് അങ്ങനെ ഒരു മസ്കുലർ ഫൂട്ടായിട്ടായിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ ബ്ലഡ് കളർലെസ് ആയിരിക്കും. റെസ്പിറേഷൻ ഗിൽസ് വഴി അല്ലെങ്കിൽ ടീഡിയ വഴിയായിരിക്കും നടക്കുന്നത്. ഇനി എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ചിലതിന് മെറ്റാനെഫ്രീഡി ആയിരിക്കും, അല്ലെങ്കിൽ കിഡ്നീസും വരാം. എക്സാമ്പിൾ വരുന്ന ഒക്ടോപസ്, സ്ക്വിഡ്. സ്ക്വിഡ് എന്നാ? സ്ക്വിഡ് എന്നതാ മറ്റേത്. പിന്നെ സ്ക്വിഡ് ഇത് സ്ക്വിഡ് എന്നതാ പിള്ളേരെ? മറ്റേ ആ മീനുണ്ടല്ലോ, എന്തോ ഒരു മീനുണ്ടല്ലോ, അതിന് പറയുന്ന പേര് കൂന്തല്, മാന്തളം എന്നൊക്കെ പറയത്തില്ലേ? കൂന്തല് അതല്ലേ സ്ക്വിഡ് വരുന്നത്. യുണിയോ സ്നെയില്. ഇതെല്ലാം ആയിരിക്കും വരുന്നത് എക്സാമ്പിൾ. ഇനി അടുത്തത് സ്റ്റാർ ഫിഷ് ഏതിനകത്താ വരുന്നത്? സ്റ്റാർ ഫിഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാ? ഡീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് എടുത്ത് മുറിച്ച് വെള്ളത്തിലിട്ടാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു സ്റ്റാർ ഫിഷിനെ എടുത്ത് 2 സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് എടുത്ത് കട്ട് ചെയ്താൽ രണ്ടും 2 ഓർഗാനിസം ആയിട്ട് വളർന്നു വരുമെന്ന്. അതാണ് വരുന്നത്. അതിനൊരു സ്പെഷ്യൽ കപ്പാസിറ്റി ഓഫ് റീജനറേഷൻ ഉണ്ട്. എക്കിനോഡെർമാറ്റയ്ക്കകത്ത് വരുന്നതാണ് സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, സീ കുക്കുംബർ. ഇതെല്ലാം തന്നെ എക്കിനോഡെർമാറ്റയ്ക്കകത്ത് വരുന്നതാണ്.
സ്കിൻ ഉള്ളത്. ഈ ഓരോ ഫൈലും പറയുമ്പോഴേ നമുക്കറിയാവുന്ന കുറെ ഓർഗാനിസംസ് കാണും ഓരോ ഫൈലത്തിലും വരുന്നത്. അതിനെ ഓർക്കുക. എന്നിട്ട് ആ ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. ഇപ്പൊ സീ ആർച്ചി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സ്കിന്നിൽ ഒരു സ്പൈൻസ് കാണും, ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ് ഫീറ്റ് വരാറുണ്ട് കേട്ടോ. ലൊക്കോമോഷൻ ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോൺ വോംസ് ഏതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? ഏതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? പറഞ്ഞേ, ഇത് ഏതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? ഹെമികോഡൈറ്റയാണ് കേട്ടോ. ഹെമികോഡൈറ്റയാണ് വരുന്നത്. ഫൈലം ഹെമികോഡൈറ്റയ്ക്ക് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ടൈപ്പ് വേംസ് ആ വരുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഹോർമോൺ പ്രൊഡ്യൂസസ് ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഇന്നലെ പറഞ്ഞിട്ടുള്ള ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്തിന് സഹായിക്കുന്ന പ്ലാൻ ഹോർമോൺ ഏതാണ്? ലോങ്ങിറ്റ്യൂഡിനൽ എലോങ്ങേഷന് സഹായിക്കുന്ന പ്ലാൻ ഹോർമോൺ ഏതാണ് വരുന്നത്? ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്ത് ഓക്കെ, ഏതാ വരുന്നത്? ഓക്സിൻ ആണല്ലേ, ഓക്സിൻ ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇന്നലെ പറഞ്ഞത് ഇത് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് അല്ലെങ്കിൽ ഗ്രോത്തിന് സഹായിക്കുന്ന ആരാ? ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് ഏതാണ്? എതിലിനാണല്ലേ, എതിലിനാണ് വരുന്നത്. ഇനി ഞാനത് സെപ്പറേറ്റ് പറയുന്നില്ല, ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാ. ഫ്ലവറിംഗ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഏതിനെയാ? ഫ്ലവറിംഗ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഫ്ലവറിംഗ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഓക്കെ, ദെൻ രണ്ട് ഹോർമോണും കൂടെ ഉണ്ട് കേട്ടോ. ഇതല്ലാതെ നമുക്ക് രണ്ട് ഹോർമോണും കൂടെ വരും, ഫ്ലോറിജനും ക്രൊമാറ്റിനും ഉണ്ട്. അതിനകത്ത് ഫ്ലവറിംഗ് ഹോർമോൺ, അതായത് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിന്റെ ഇതിനായിട്ട് സഹായിക്കുന്ന ഫ്ലോറിജനും ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും വൂണ്ട് ഇതായാൽ അത് ഈ പ്ലാന്റിന് ഇഞ്ചുറി ഫോം ചെയ്താൽ ഈ അവിടെ വൂണ്ട് ഉണ്ടാവുമല്ലോ, അതിന് റെസ്പോൺസ് ആയിട്ട് വൂണ്ടിന് ചുറ്റും ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഹോർമോൺ എന്നെ എടുക്കും അവിടെ വൂണ്ടിന് ചുറ്റും സെൽ ഡിവിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ആ വൂണ്ട് ഹീൽ ചെയ്യുമായിരിക്കും പറയുന്നത്. ആ ഹോർമോണിനെയാണ് നമ്മൾ ട്രൊമാറ്റിൻ എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഏതാണ്? സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഏതാ? സെൽ ഡിവിഷന് അതേപോലെ തന്നെ ഏതിനാ? സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് സൈറ്റോകെനിൻ ആണല്ലേ. സൈറ്റോകെനിൻ ആണ് വരുന്നത്. സീഡ് ഡോർമൻസി ഇതാക്കുന്ന ഏതാണ്? സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഗിബ്രലിൻ വരും. സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്ന ഹോർമോൺ ഏതാ വരുന്നത്? നമ്മുടെ അബ്സിഷനെയും ഡോർമൻസിയെയും കൺട്രോൾ ചെയ്യുന്ന ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഹോർമോൺ ആണ് അബ്സിക് ആസിഡ് എന്ന് പറയുന്നത്.
ശരിക്കും സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് സീഡ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ? വിച്ച് പ്ലാന്റ് ഹോർമോൺ പ്രൊമോട്ട് സീഡ് ഡോർമൻസി? സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഗിബ്രലിൻ ആണ് വരുന്നത് കേട്ടോ. ഗിബ്രലിൻ ആണ് വരുന്നത്. അതിനെ ഇതായിട്ട് വരുന്നത് ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, റെഗുലേറ്റ് ചെയ്യുന്നത് അബ്സിഷനെയും ഡോർമൻസിയെയും റെഗുലേറ്റ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡും വരും. പിന്നെ സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതാ? സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏതാണ്? സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുള പൊട്ടി വരിക. സീഡിന്റെ ആ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ മുള പൊട്ടി വരുവാണ്. അതിന് സഹായിക്കുന്ന ഏതാണ്? ഗിബറലിനാണ് ചെയ്യുന്നത്. ഗിബറലിനാണ് വരുന്നത്. സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏത് ഹോർമോണിനെയാണ്? പല സ്ട്രെസ്സിലും പ്ലാന്റ്സിനെ സഹായിച്ച് ടോളറൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോണാണ്. ഏത് ഹോർമോണാ വരുന്നത്? അബ്സിസിക് ആസിഡ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത പ്ലാന്റ് ഹോർമോൺ ഏതാ വരുന്നത്? ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത പ്ലാന്റ് ഹോർമോൺ ഏതാണ് വരുന്നത്? ഓക്സിനാണ് വരുന്നത്. ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിനാണ് വരുന്നത്. ദെൻ അടുത്തത് പ്ലാന്റ്സിൽ വരുന്ന ഡിസീസ് ഏതൊക്കെയാ വരുന്നത്? പ്ലാന്റ്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിസീസ് ഏതൊക്കെയായിരിക്കും വരുന്നത്? കേട്ടിട്ടുണ്ടോ? വിൽറ്റ് ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ റിംഗ് ഡിസീസ് എന്ന് പറയാറുണ്ട് അല്ലേ? വിൽറ്റ് ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ റിംഗ് ഡിസീസ് എന്ന് പറയാറുണ്ട്. ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് വരുന്നത്. ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് വരുന്നത്. വിൽറ്റ് ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ റിംഗ് ഡിസീസ് എന്ന് പറയും. ഇനി ബ്രൗൺ റിംഗ് ബ്ലാക്ക് കാം ഓഫ് കോട്ടൺ, പരുത്തിയിലെ ബ്ലാക്ക് റിങ്സ് വരുന്നത്. ഇതും ഏതാ വരുന്നത്? ബാക്ടീരിയൽ ഡിസീസ് ആണ് വരുന്നത്. ദെൻ ബാക്ടീരിയൽ ബ്ലൈറ്റ് ഓഫ് റൈസ്, പാടി ഫീൽഡില് ലീവ്സ് യെല്ലോ കളർ ആയിട്ട് വരുന്ന ഒരു ഇത് കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ ബാക്ടീരിയൽ ബ്ലൈറ്റ് ഓഫ് റൈസ് എന്ന് പറയുന്നത്. ഇനി സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ എന്ന് പറഞ്ഞാൽ നാരങ്ങയിൽ വരുന്നതാണ്. നാരങ്ങയിൽ വരുന്നതാണ്. ദെൻ തുണ്ടു ഡിസീസ് ഓഫ് വീറ്റ്. ഇത്രയും ഞാൻ പറഞ്ഞ ഡിസീസസും ബാക്ടീരിയൽ ഡിസീസസിന്റെ കേസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി റിംഗ് ഡിസീസസ് എന്ന് പറയുന്ന ഏതിനെയാണ്? റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് ഏതിനെയാ? റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് ഏതിനെയാ പിള്ളേരെ? ഏതിനെയാ വരുന്നത്? വിൽറ്റ് ഓഫ് പൊട്ടറ്റോ. അപ്പൊ പറഞ്ഞില്ലേ, ബാക്ടീരിയൽ ഡിസീസ് ആണ് റിംഗ് ഡിസീസ് എന്ന് പറയും. വിൽറ്റ് ഓഫ് പൊട്ടറ്റോ ആണ് വരുന്നത് കേട്ടോ. വിൽറ്റ് ഓഫ് പൊട്ടറ്റോ ആണ് വരുന്നത്. കർണൽ ബണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സിറൽസിൽ വരുന്നതാ? ഏത് സിറൽസിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്? ഏത് സിറലിലാ വരുന്നത്? ഏതാ വരുന്നത്? ഏതാ വരുന്നത്? വീറ്റിനകത്ത് വരുന്നതാ കേട്ടോ. വീറ്റിനകത്ത് വരുന്നതാണ്. വീറ്റിൽ വരുന്നതാണ് കേർണൽ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ആ വീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോതമ്പ് അതിങ്ങനെ ഒരുമാതിരി പുഴു വരിച്ച രീതിയിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു ഇതാ വരുന്നത്. വീറ്റിനകത്ത് വരുന്നതാണ്. ഫംഗൽ ഡിസീസ് ആണ് വരുന്നത്. ദെൻ അടുത്തത് ടർമറിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഏത് പാർട്ടാ വരുന്നത്? ടർമറിക് ഒരു പ്ലാന്റിന്റെ ഏത് പാർട്ടാണ് വരുന്നത്? റൂട്ടാണോ സ്റ്റെം ആണോ? ഏതാ വരുന്നത്? ഒരു റൈസോം ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് വരുന്നത് അല്ലേ? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് വരുന്നത്. റൈസോമാ വരുന്നത് കേട്ടോ. റൂട്ട് അല്ല വരുന്നത്. ശരിക്കും എന്നാ പറയുന്നത്? റൈസോം എന്ന് പറഞ്ഞാൽ ഒരു മോഡിഫൈഡ് സ്റ്റെം ആണ്. അത് ഹൊറിസോണ്ടലി അണ്ടർഗ്രൗണ്ട് ആയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഹൊറിസോണ്ടൽ സ്റ്റെമ്മിനെയാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ. ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ളതും കവർ ചെയ്തിട്ടുണ്ട്. ബയോളജിയിൽ ഇത്രയാണ് വരുന്നത്. ഒരു 180 ക്വസ്റ്റിനോളം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർലി വരുന്നതാണ്. 180 ക്വസ്റ്റിനോളം കവർ ചെയ്തിട്ടുണ്ടെന്ന് റിവൈസ് ഒക്കെ ചെയ്ത് രീതിയിലായെന്ന് കരുതുന്നു. ഒന്ന് നിങ്ങൾ പഠിച്ചതാണ്, പിന്നെ ഒന്ന് റിവിഷനും കൂടെ ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ക്ലാസ് കണ്ടിട്ട് കയറുന്നവർക്കാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു എന്നാ പറയുന്നത്? എന്നോടാണോ പറയുന്നത്?
ഓക്കെ, ഒരു ചെറിയ വൈവ, ആദ്യം തൊട്ടുള്ള ചെറിയൊരു വൈവേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ആരാണ് ഇത് പറയുന്നത്? ഫാദർ ഓഫ് ബയോളജി ആരാ പറയുന്നത്? ഫാദർ ഓഫ് ബയോളജി ആരാണ് വരുന്നത്? ഫാദർ ഓഫ് ബയോളജി ആരാ വരുന്നത്? ഓർണിത്തോഫില്ലി ഏത് വഴിയുള്ള അതിന്റെ ഏജന്റ് ഏതായിരിക്കും? ഓർണിത്തോഫില്ലി പോളിനേഷൻ നടക്കുവാണ്. ഓർണിത്തോഫില്ലി ഏജന്റ് ഏതായിരിക്കും? ഓക്കെ. ഇംപ്യുവർ ബ്ലഡ് ബോഡി പാർട്സിന്ന് ഹാർട്ടിലോട്ട് ക്യാരി ചെയ്ത് വരുന്ന വെയിൻസ് ഏതൊക്കെയാ? ഇംപ്യുവർ ബ്ലഡിനെ ബോഡി പാർട്സിന്ന് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത് ആരാ? ഇംപ്യുവർ ബ്ലഡിനെ ബോഡി പാർട്സിന്ന് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത് ആരാ വരുന്നത്? ആരാ? പറ, ആൻസർ പറഞ്ഞേ. വീനക്കാവാണ് അല്ലെ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയാണ് വരുന്നത്. ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് എവിടാണ്? ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് എവിടാണ്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? ക്ലോണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ? ക്ലോണിങ് അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് സെയിം ജെനറ്റിക് ക്യാരക്ടർ ഉള്ള ഐഡന്റിക്കൽ ഓർഗാനിസത്തിനെ, ഒരാളെ പോലെ തന്നെയുള്ള ഐഡന്റിക്കൽ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ക്ലോണിംഗ് എന്ന് അറിയപ്പെടുന്ന ആരെയാ? ഫാദർ ഓഫ് ക്ലോണിംഗ് എന്ന് അറിയപ്പെടുന്ന ആരെയാന്നറിയോ? ലാൻവിൽമട്ടിനെയാണ് കേട്ടോ സാർ. ലാൻവിൽമട്ടിനെയാണ് ഫാദർ ഓഫ് ക്ലോണിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ക്ലോൺ ചെയ്ത ആനിമൽ ഏതായിരുന്നു? ഫസ്റ്റ് ക്ലോൺ ചെയ്ത ആനിമൽ ഏതായിരുന്നു? അതിന്റെ പേരെന്നായിരുന്നു? ഫസ്റ്റ് ക്ലോൺ ചെയ്തത് ആരാ? ഡോളി ഒരു ഷീപ്പായിരുന്നു അല്ലേ? ഡോളി ഒരു ഷീപ്പായിരുന്നു. ഇന്ത്യയിൽ ആരായിരുന്നു? ഇന്ത്യയിൽ ആരായിരുന്നു? ഇന്ത്യയിൽ ആരെയായിരുന്നു? ഇന്ത്യയിൽ ഒരു ബഫല്ലോ ആയിരുന്നു. അതിന്റെ പേരെന്നാ? സമുദ്ര അല്ല, സമുദ്രയല്ല, സംരൂപ. സംരൂപയാണ് വരുന്നത്. സംരൂപ ആണ് വരുന്നത്. ഹ്യൂമൻസില് എത്ര പെയർ ഓഫ് ക്രോമസംസ് ഉണ്ട്? ഹ്യൂമൻസില് എത്ര പെയർ ഓഫ് ക്രോമസംസ് ഉണ്ട്? 23 പെയർ ആയിരിക്കും വരുന്നത് അല്ലേ? ദെൻ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഏതാ? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഏതാ? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഏതാ? അറിയോ? ലൂയിസ് ബ്രോസ് ആണേ. ലൂയിസ് ബ്രോസ്. ലൂയിസ് ബ്രോസ് ആണ് വരുന്നത്. 1972 ജൂലൈ ആ ടൈമിലാണ് വന്നത്. ഇന്ത്യയിലെ ആണെങ്കിൽ ബേബി ദുർഗയും ബേബി ഹർഷയാണ്. ഇന്ത്യയിലെ ബേബി ദുർഗയും ബേബി ഹർഷയും വരും. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ് ഏതാ? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ആരെയാ? ഏതിനെയാണ്? റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാ? റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാ? ബ്രയോഫൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാൻ മടിയായിട്ടാണോ ബ്രയോ എന്നൊക്കെ ഇട്ടേക്കുന്നത്? ബ്രയോ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതിനെയാ? ഹീമോഫീലിയ അല്ലെ? ഹീമോഫീലിയ എന്ന് വെച്ചാൽ ഫെയിലുവർ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ആയിരിക്കും വരുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ?
വൈറ്റമിൻ എ. ഓക്കെ. ഹാർട്ടിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? ഹാർട്ടിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? കാർഡിയോളജി വരും അല്ലേ? വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം എന്നാ? വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം എന്താ? വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആ കേട്ടോ. ഫാറ്റ് സോലുബിൾ വൈറ്റമിനും ഉണ്ട്, വാട്ടർ സോലുബിൾ വൈറ്റമിനും ഉണ്ട്. അതിനകത്ത് ADEK എന്ന് പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയിരിക്കും. ബി കോംപ്ലക്സ്, സി എല്ലാം വരുന്ന വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആയിരിക്കും വരുന്നത്. വൈറ്റമിൻ എ ഏതാ വരുന്നത്? റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ വരുന്നത്. ഇനി വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം, വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം ഏതാ വരുന്നത്? തയമിൻ വരും. തയമിൻ ആണ് വരുന്നത്. വൈറ്റമിൻ B1 തയമിൻ വരും. ദെൻ വൈറ്റമിൻ B2 ഏതാ വരുന്നത്? B2 ഞാൻ പറഞ്ഞായിരുന്നു, B2 ഇത് ഒരു ഫംഗസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഏതാ? റൈബോഫ്ലാവിൻ വരും. റൈബോഫ്ലാവിൻ വരും. ദെൻ നിയാസിൻ എന്ന് പറയുന്ന ഏത് വൈറ്റമിനെയാണ് നിയാസിൻ എന്നറിയപ്പെടുന്നത്? നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ B3 ആണ് വരുന്നത്. ഇനി വൈറ്റമിൻ B5നെ നമ്മൾ പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയും. B6 ആണെങ്കിൽ പിറിഡോസിൻ എന്ന് പറയും കേട്ടോ. B6 പിറിഡോസിൻ ആണ് വരുന്നത്. B7 ആണെങ്കിൽ ബയോട്ടിൻ വരും. B9 ഫോളിക് ആസിഡ് വരും. B12 ആണെങ്കിൽ സയനോ കോബലാമീൻ വരും. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് വരും. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ വരും. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ വരും. വൈറ്റമിൻ കെ ഫില്ലോക്യുനൈൻ ആണ് വരുന്നത്. വൈറ്റമിൻ എ നമ്മുടെ റെറ്റിനയിലെ വിഷന് സഹായിക്കുന്നതാണ്. അതില്ലാതെ അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്ന് പറയും. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടും ലീഫി വെജിറ്റബിൾസ് ആണ് വരുന്നത് കേട്ടോ. ഇനി കാൽസിഫെറോള്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻ ഏറ്റവും കൂടുതൽ നല്ല സോഴ്സ് എന്ന് പറയുന്നത് ഏതാ? സൺലൈറ്റ് ആണ് വരുന്നത്. സൺലൈറ്റ് ആണ് വരുന്നത്. ബോൺസിലും ടീത്തിലും ഒക്കെ വരും കേട്ടോ. ബോൺസിലും ടീത്തിലും ഒക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. കാൽസ്യം അബ്സോർപ്ഷന് വേണ്ട ഒരെണ്ണമാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് നിർത്താം. അടുത്തത് വരുന്നത് മൺഡേ ആയിരിക്കും വരുന്നത്. വീക്കിലി 3 ഡേ ആയിരിക്കും വരുന്നത്. 3 ഡേ ആയിരിക്കും എക്സ്ട്രീം സെഷൻ വരുന്നത്. മൺഡേ ആയിരിക്കും വരുന്നത്. അടുത്തത് ഏതാ വരുന്നത്? കെമിസ്ട്രി ആണോ വരുന്നത്? ഞാൻ ആ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ഏതാ വരുന്നത്? കെമിസ്ട്രി ആണോ വരുന്നത്? ജോഗ്രഫി. അപ്പൊ ജോഗ്രഫി റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക കേട്ടോ. ജോഗ്രഫി റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക. മൺഡേ ഉള്ളൂ, ടൈം ഉണ്ട്. 4 ദിവസം ടൈം ഉണ്ട്. ഇരുന്ന് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കാത്തവര് ഇൻ കേസ് കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ അടുത്തത് കാണുക കേട്ടോ. അടുത്തത് ആ ഓർഡർ അനുസരിച്ച് ഏതാണോ വരുന്നത് അത് അടുത്തത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ.